നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് ഒന്ന് പോകണം. അവിടെ സംഘർഷങ്ങൾക്ക് തുടർച്ചയായ 7ാം ദിവസവും അയവില്ല എന്ന പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. 7ാം ദിവസവും പരസ്പരം ആക്രമണം തുടരുകയാണ് യുഎസും ഇറാനും. 2-3 ദിവസം കൂടി ആക്രമണം തുടർന്നാൽ സമ്പൂർണ്ണ നാശം വിതയ്ക്കുമെന്നാണ് ഇറാന്റെ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ്. പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പരമോന്നത നേതാവിൻ്റെ ഉപദേഷ്ടാവ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഒരുങ്ങുന്നു. അതായത് ഗൾഫിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ആക്രമണം. ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ കുവൈറ്റിൽ നിരവധി സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇതിനിടയിൽ തായ് കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി എന്ന വിവരം പുറത്തുവന്നു. ഹോർമുസിൽ ഇറാന്റെ മൈനുകൾ തട്ടി 2 എണ്ണ ടാങ്കറുകൾ തകർന്നുവെന്നും IRGC അറിയിക്കുന്ന പശ്ചാത്തലമുണ്ട്. എന്നാൽ ഈ വാർത്തയൊക്കെ US നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും കാര്യങ്ങളൊട്ടും സുഖകരമല്ല. ശക്തമായ ആക്രമണം ഇറാനിലേക്കും US ഭാഗത്തുണ്ടാകുന്നു. ഇറാനിലുടനീളം വിവിധ സ്ഥലങ്ങളിൽ ബ്രിഡ്ജുകളടക്കം പാലങ്ങളടക്കം തകർന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. ആൾനാശമുണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തെ അപലപിച്ച് രംഗത്ത് വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങളുമായുണ്ട്. അജയ്, ഏറ്റവും ഒടുവിലത്തെ വിവരം ഇറാന്റെ അതിശക്തമായ മുന്നറിയിപ്പാണ്. സർവനാശമെന്ന് പറയുമ്പോൾ എന്തിനും പഠിക്കാത്ത ഒരു രാജ്യമായി, അല്ലെങ്കിൽ അതിനുള്ള പ്രകോപനപരമായ പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. അതിന് ഇറാൻ ഇറങ്ങി തിരിച്ചാൽ എന്തായിരിക്കും ആത്യന്തിക ഫലം? തീർച്ചയായിട്ടും ഇറാന്റെ ഭീഷണി അത് ഗുരുതരമായി തന്നെ കാണേണ്ടതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണം അത് കൂടുതൽ കടുപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഗൾഫ് മേഖലയിൽ വളരെ വലിയ ഒരു ആക്രമണം തന്നെയാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ജോർദാനിലേക്കും എല്ലാം ആക്രമണം നടത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ ഇതിനോടകം തന്നെ ഇറാന്റെ ആക്രമണത്തിൽ നിരവധി സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായിട്ട് കുവൈറ്റിന്റെ തന്നെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന ചില വാദങ്ങൾ എന്ന് പറയുന്നത് ജോർദാനിലുള്ള US-ന്റെ ഒരു ഫൈറ്റർ ജെറ്റ് ആക്രമിച്ച് തകർത്തു. കുവൈറ്റിലെ ക്യാമ്പ് ഉദൈരിയിലും അതുപോലെ തന്നെ അലി അൽ സലീം എയർബേസിലും ആക്രമണം നടത്തി. ഇവിടെ വെടിമരുന്ന് സംഭരണശാലകളും അതുപോലെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടവും പിന്നെ പാലം ഉൾപ്പെടെ തകർത്തതായിട്ടാണ് ഇറാന്റെ അവകാശവാദം. അതുപോലെ ജോർദാനിലുള്ള അലി അസ്രാഖ് എന്ന് പറയുന്ന ഒരു എയർബേസ് പൂർണ്ണമായിട്ട് തകർത്തതായിട്ടും ഒരു സൈനിക എണ്ണ ടാങ്കർ തകർത്തതായിട്ടും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവായിട്ടുള്ള ജനറൽ മൊഹസൻ റസായിയുടെ ഒരു ഭീഷണി, അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം. ഇതിൽ ഈ റസായി പറയുന്ന കാര്യമെന്ന് പറയുന്നത് US ഇനി 2-3 ദിവസം കൂടി ആക്രമണങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പോൾ ഇറാൻ നടത്തുന്നത് US നടത്തുന്ന ആക്രമണങ്ങൾക്ക് ചെറിയ മറുപടി മാത്രമാണ്. എന്നാൽ ഇനിയും ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ അതിർത്തികൾക്കപ്പുറവും ഇറാന്റെ ആക്രമണം നീളും. ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ബോർഡേഴ്സും ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് US-ന് സുരക്ഷിത സ്ഥാനം നൽകില്ല. സമ്പൂർണ്ണമായിട്ട് തുടച്ചു നീക്കും എന്നാണ് ഇറാന്റെ ഏറ്റവും പുതിയ ഒരു ഭീഷണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൾഫ് നാടുകളിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ വെച്ച് ചേർത്ത് നിർത്തുമ്പോൾ ഇത്തരത്തിൽ ആക്രമണങ്ങൾ വ്യാപിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യയെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നതിൻ്റെ ഒരു വലിയ സൂചനയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വെറും 6 കപ്പലുകൾ മാത്രമാണ് ഹോർമുസ് കടലിടുക്ക് കടന്നുപോയത്. അതിൽ 2 കപ്പലുകൾ ഇറാന്റെ മൈനുകൾ തട്ടി നശിച്ചതായിട്ടാണ് IRGC അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വാർത്ത US സെൻട്രൽ കമാൻഡ് നിഷേധിച്ചു. ഇത് വ്യാജ വാർത്തയാണ് എന്നാണ് US-ന്റെ ഒരു ആക്ഷേപം. എന്നാൽ ഒരു തായ് എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് ഇസ്രായേലും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു വിഷയമാണ്. ഈ തായ് കപ്പൽ ആക്രമിച്ചതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. IRGC-യുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് ഹോർമുസിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിച്ചത് കാരണമാണ് ഈ തായ് കപ്പലിന് നേരെ ആക്രമണം നടന്നത്. US ആക്രമണവും ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. തുടർച്ചയായിട്ടുള്ള 7ാം ദിവസവും ഇറാനിൽ ശക്തമായിട്ടുള്ള ആക്രമണമുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3 പേർ കൊല്ലപ്പെട്ടെന്നും 8 പേർക്ക് പരിക്കേറ്റു എന്നുമാണ് ഇറാന്റെ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ട്. മാത്രമല്ല ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാന്റെ ഒരു നിരീക്ഷണ ടവർ തകർന്നതായിട്ടും അവരുടെ റിപ്പോർട്ടുണ്ട്. ബുഷഹർ ആണവ നിലയത്തിന്റെ ചില കെട്ടിടങ്ങൾക്ക് നാശം സംഭവിച്ചതായിട്ടും ചില വിവരങ്ങളുണ്ട്. ഇതിന്റെ ഒരു സാറ്റലൈറ്റ് വിഷ്വൽ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും വീടുകൾക്കുള്ളിൽ തന്നെ പരമാവധി തുടരണമെന്നുമാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുപോലെ ഊർജ്ജ പ്രതിസന്ധി ഉള്ളതിനാൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും ഇറാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ശക്തമായ ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിലുണ്ടാകുന്നു. തിരിച്ച് ഇറാന്റെ
പ്രത്യാക്രമണം ഗൾഫ് മേഖലകളിൽ സംഭവിക്കുന്നു. ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്ന സാഹചര്യം ഏറെ നിർണായകമാണ്. ആക്രമണം തുടരുകയാണ്. ലോക സാഹചര്യങ്ങൾ മാറിമറിയുന്നു. ഹോർമുസിൽ പ്രതിസന്ധി അതിൻ്റെ പരമോന്നതിയിലെത്തിയ പശ്ചാത്തലം ഒരുങ്ങുന്നു. കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാകുന്നു. പല അന്താരാഷ്ട്ര കപ്പൽ കമ്പനികളും ഹോർമുസിലൂടെയുള്ള യാത്ര റദ്ദാക്കുന്നു. ആയിരക്കണക്കിന് നാവികർ കുടുങ്ങിക്കിടക്കുന്നു. ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ ഇതുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന പശ്ചാത്തലവുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.